മുത്തേ ഞാൻ പെട്ടാ ഉള്ളാടി. വീട്ടിലാരും ഇല്ലേ? ആഹാ മുത്തേ എത്ര കേട്ടാളിയാ കളാടാ. പിന്നെ പള്ളി മുക്കിലല്ല ഇറക്കണ്ടേ? എന്തായി? കാശ് കിട്ടിയോ? ഇല്ലടി, കിട്ടിയിട്ടില്ല. മോനിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ അവന് കുഴപ്പമൊന്നുമില്ല, നല്ല മയക്കത്തിലാ. റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഓപ്പറേഷൻ ഇനി എന്തായാലും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. നാളെ തന്നെ അവന്റെ ഓപ്പറേഷനുള്ള കാശ് അടയ്ക്കാനാ ഡോക്ടർ പറഞ്ഞ. പിന്നെ സാറിൻ്റെ കാശ് കിട്ടിയ വേഗം അങ്ങോട്ട് പോന്നോളൂ. നിങ്ങൾ അധിക നേരം അവിടെ നിൽക്കണ്ട. നീ ഒന്ന് സമാധാനായിട്ടിരിക്കല്ലേ ഷീബ്. എന്നെ ഈ നേരത്തെ ഇവിടെ ആര് കാണാനാ? നീ ഫോൺ വെച്ച. ഹലോ ഹലോ എന്താ ആ പോളിന്ന് കുറച്ച് എന്താ രാജ്മല്ലേ നീ കാര്യം പറയടാ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ടാ തപ്പി നടക്കണതാ. അജ്മലെ നീ അവനെ വിടരുത്തിട്ടാ. ഞാൻ താഴ്ത്തി ജസ്റ്റ് നീ വണ്ടി വടക്കേ സ്റ്റാൻഡിലേക്ക് വിടാം. ഗിരീഷേ, നീയും പിള്ളേർ ടൂൾസ് എടുത്ത് വടക്കേ സ്റ്റാൻഡ് അങ്ങോട്ട് വാ. കഴിഞ്ഞ പോലെ എന്നെ കുത്തിട്ട് പോയ നായിന്റെ മോൻ രവി അവിടെ ഉണ്ട്. ആ സാറേ എവിടെയാ? ഏത് ബേക്കറി ജംഗ്ഷനിൽ എവിടേക്കല്ലേ? ഞാൻ എത്തി സാറേ. ഇക്ക നിങ്ങൾ വേഗം ബേക്കറി ജംഗ്ഷൻ്റെ അവിടേക്ക് കിട്ടോ. അവനവിടേക്ക് പോയിട്ടുള്ള ശരി. ഗിരീഷേ, ഒന്നും നോക്കണ്ട, സ്പോട്ടിലടിക്കുക. എന്റെ ഷീബ, നീ ഇങ്ങനെ ടെൻഷനാവല്ലേ? ഞാൻ ചന്ദ്രൻ സാറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇല്ല, വൈകില്ല. കാശ് കിട്ടിയ അടുത്ത ട്രെയിനാണ് ഞാൻ തിരിച്ചു. പിന്നെ പോരാത്ത കാശല്ലേ, അത് എവിടെ നിന്നെങ്കിലും നാളെ തന്നെ സംഘടിപ്പിച്ച് ഓപ്പറേഷൻ നടത്താൻ. ഗിരീഷ പിടിക്കണം.